തുടങ്ങിയോ? സോ മൈസെൽഫ് ശ്രീഭദ്ര വി ആർ. ഞാൻ ഇവിടെ വുമൻസ് കോളേജിൽ BSc ബയോകെമിസ്ട്രി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പാർട്സും അതിൽ കെമിസ്ട്രി ആയിട്ടുള്ള റിലേഷനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഡിസ്പ്ലേ കാർഡ്സിൻ്റെ ഓരോ ലെയേഴ്സാണ്. ഇത് ക്യാമറയിൽ ഓക്സിജൻ ഉണ്ട്. ഡയറക്റ്റ് ഓക്സിജൻ എന്നുള്ള ഫോമിലല്ല, ഓക്സൈഡ് എന്നുള്ള ഫോമിലാണ് ക്യാമറയിൽ കാണപ്പെടുന്നത്. എക്സാമ്പിൾ ലെൻതാനം ഓക്സൈഡ്. നമ്മുടെ ക്യാമറയിൽ ലെൻതാനം ഓക്സൈഡും ഉണ്ട്, ഇൻഡിയം ടിൻ ഓക്സൈഡ് കാണുന്നുണ്ട്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിനെ ഡിജിറ്റൽ പിക്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയാണ്. നമ്മുടെ സ്മാർട്ട് ഫോണിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് ഉപയോഗിക്കാൻ കാരണം ഇതിന് ഹൈ ചാർജ് ഡെൻസിറ്റിയുമാണ്, ലൈറ്റ് വെയ്റ്റുമാണ്. ഇപ്പം നമ്മുടെ മുന്നത്തെ ഫോണിലൊക്കെ നല്ല കട്ടിയുള്ള മൊബൈലാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ലീക്ക് മോഡലാണ്. അതിന് കാരണം ഈ ലിഥിയം ബാറ്ററി ആണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. അതുകൊണ്ടാണ് മൊബൈലെല്ലാം സ്ലീക്ക് മോഡലിൽ സ്ലിമ്മായിട്ട് കോമ്പാക്റ്റബിൾ ഫോമിൽ കാണുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് സർക്യൂട്ട്സും കണക്റ്റേഴ്സുമാണ് നമ്മുടെ മൊബൈലിലുള്ള. ഇത് ഈ ഗോൾഡ് കാണുന്നതെല്ലാം റിയൽ ഗോൾഡാണ്. പക്ഷേ ഹ്യൂജ് എമൗണ്ട് അല്ല, എല്ലാം ട്രേസസ് ഓഫ് ഗോൾഡാണ്. മുന്നത്തെ മൊബൈലിൽ കുറച്ചുകൂടി ഗോൾഡ് കണ്ടൻറ്റ് കൂടുതലാണ്, ഇപ്പോഴത്തെ മൊബൈൽ അത്രയും ഇല്ല. പിന്നെ ഇതെന്ന് പറയുന്നത് മൊബൈലിൻ്റെ ബോഡിയാണ്. ഇത് മദർ ബോർഡ്, ഇത് സ്പീക്കർ. പിന്നെ ഈ താഴെ കാണുന്ന രണ്ടെണ്ണം റെയർ എർത്ത് മെറ്റൽ ഗ്രൂപ്പിൽ വരുന്ന 2 എലമെൻറ്റ്സ് ആണ്. ഇതിന് ഹൈ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അതുകൊണ്ട് മൊബൈലിലെ മൈക്രോഫോൺസിലും സ്പീക്കറിലും ഒക്കെ ഈ 2 എലമെൻറ്റ്സ് ആണ് കാണുന്നത്. പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ എലമെൻറ്റ്സ് ഒക്കെയാണ് നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത്. പിന്നെ ഈ സ്ക്രീൻ കാർഡിൽ ഇൻഡിയം ടിൻ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഡോപ്പൻ്റ് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടച്ച് സ്ക്രീൻ എനേബിൾ ആണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ കോട്ട് ടച്ച് സെൻസ് ചെയ്യും, അപ്പോഴാണ് ഓരോ ആപ്ലിക്കേഷനും ഫങ്ഷൻസും ഒക്കെ എനേബിൾ ആവുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. താങ്ക് യു.